നീ ഇങ്ങനെ അങ്ങ് കഴിച്ചോ? ജോലിക്കും പോകണ്ട, ഒന്നിനും പോകണ്ട, വെറുതെ ഇങ്ങനെ കറങ്ങി തെണ്ടിത്തിരിഞ്ഞു. ഞാൻ ജോലി നോക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനൊരു അനാഥയാണല്ലോ, അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും ജോലി കിട്ടാത്തൊന്നുമില്ല. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വയം ഇങ്ങനെ അനാഥയാണെന്ന് പറയരുത്. അപ്പൊ പിന്നെ ഞാനൊക്കെ എന്താ? ഞാൻ നിന്റെ അപ്പനല്ലേ? നീ അനാഥ എന്നൊന്നും പറയണ്ട. നിനക്ക് ഒരപ്പനുണ്ട്, അനിയത്തിയുണ്ട്. പിന്നെ നിനക്ക് എന്താ? പിന്നെ ഒരു ജോലി വേണം. അത് ഈ പ്രായത്തിൽ മസ്റ്റാണ്. ദീപകിന്റെ കമ്പനിയിൽ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസം വേണമല്ലോ. സ്വന്തം അപ്പന് അത്യാവശ്യം കമ്പനിയൊക്കെ ഉണ്ടല്ലോ സ്വന്തമായിട്ട്. എങ്കിൽ പിന്നെ നിനക്ക് അവിടെ നോക്കിക്കൂടെ? വിദ്യാഭ്യാസം എങ്കിൽ പിന്നെ നീ അവിടെ അടിച്ചു വരാനെങ്കിലും കയറിക്കോ. വെറുതെ നടക്കണ്ടല്ലോ. ചേച്ചിക്ക് എത്ര വയസ്സായെന്ന മോളുടെ വിചാരം? രാവിലെ തന്നെ ഭയങ്കര ബഹളമാണല്ലോ ഇവിടെ. ദാസോളു, ഇവരൊക്കെ പറയുകയാണെ എന്നോട് ജോലിക്ക് പോവാൻ. അത് സത്യമാണല്ലോ. ജോലിക്ക് പോയാലല്ലേ ജീവിക്കാൻ പറ്റൂ. അല്ലാണ്ട് ജോലി ചെയ്യാണ്ട് തിന്നാൻ പറ്റില്ലല്ലോ. എന്റെ പപ്പ കുറച്ച് റിച്ചടാ. പപ്പ കുയിൽ കാലും നീട്ടിയിരിക്കുക അപ്പോഴാ. ഓഹോ, ലങ്ങനെ. മതി മതി, ടൈം വാച്ച്. നീ വാ, നമുക്കൊന്ന് പോയിട്ട് വരാം. അല്ലടി, ഇപ്പൊ എവിടെ പോവാനാ? നീ ആദ്യം വാ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. എടാ, നീ ചായ കുടിക്കാനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതെ അതെ അതെ. കാര്യം പറ. മാതാജി കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കുക. നിനക്കറിയാലോ അമ്മയുടെ കാര്യം. എന്താക്കും? എന്നിട്ട് നീ എന്ന് പറഞ്ഞു? ഞാനെന്തു പറയാനാ? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കിവിടെ ആരെയും അറിയില്ല. അറിയണ്ടല്ലോ. പറയ്, എനിക്കൊരു ജീവിതം വേണ്ടേ? നീ പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കുന്നില്ല. എടാ, സമാധാനത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നീ ഉണ്ടല്ലോ ഏതെങ്കിലും പെണ്ണിനെ നോക്ക്, അപ്പൊ ഞാൻ നിന്നെ മുട്ടുകളി ഞാൻ തല്ലുപിടിക്കും. ഇത് തന്നെ ഞാൻ അമ്മയോടും പറഞ്ഞത്. എന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ പോലും എന്റെ സോള് സമ്മതിക്കില്ല. അമ്മ എന്താ പറഞ്ഞേ? എങ്കിൽ നിന്റെ സോളിനോട് നിന്നെ കെട്ടാൻ പറയെന്ന് പറഞ്ഞു. നീ എന്ത് പറഞ്ഞു? എന്റെ പട്ടി കെട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, സ്ഥിരകാല ബോധമില്ലാത്ത അതിനൊക്കെ എങ്ങനെ ഞാൻ തലയിൽ വെക്കുമെന്ന് ഞാൻ ചോദിച്ചതാ. എന്റെ കയ്യകലത്തൊന്ന് മാറി നിന്നു കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേടി. അയ്യടാ, എന്നെ ഹേർട്ടാക്കിട്ടെ. ഇനി നീ ഒന്നും പറയണ്ട. എനിക്ക് കനത്തിൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി തന്നോ? കഴിക്കാനോ? നീ വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാം. കറങ്ങണമെങ്കിൽ വേണമെങ്കിൽ ഒരു വട്ടോട്ട് അവിടെ കറങ്ങിക്കോ. എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി ആരോടും ഇത് പറയില്ല കേട്ടോ. കേട്ടോ? ഓ, കേട്ടു. കുറേ സമയമായി, നല്ലപോലെ ലേറ്റ് ആയല്ലോ. 7 മണിയായി. ഇനിയിപ്പോൾ ഫുഡും കൂടി കഴിച്ചിട്ട് പോവാം. എടാ, എനിക്ക് ഷവർമ മതി കേട്ടോ. പിന്നെ കുഞ്ഞിനും ഷവർമ വേണം.
എടീ അത് കൊച്ചാണ്, അതിന് വയറ്റിൽ നോക്കി കുടിക്കും. ഞാനൊന്നും വാങ്ങാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്നോട് വേണ്ടില്ല. നാളെ ഞാൻ വാങ്ങിക്കൊടുക്കാം. രാത്രി 10 മണിയായി. അയ്യോ, ഇനിയിപ്പോൾ അങ്ങേര് ഉറങ്ങിയില്ലേ വായത്ത മൊത്തം കേൾക്കേണ്ടി വരുമല്ലോ. സമയം 11 ആണോ? അയ്യോ, തിന്നിട്ട് നടക്കാനും വയ്യേ. ഞാൻ ജന്മന അന്ധനാണല്ലോ. ഇത് ആരായി രാത്രി കിടന്ന് കരയുന്നേ? പിന്നെ ആ സിംഹങ്ങളെ ഷവർമ കൊണ്ടുവരാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നിന്റെ അങ്കിള് പറഞ്ഞു ആമി മോൾക്ക് ഷവർമ കൊടുക്കണ്ട, രാത്രി അവക്ക് വയറ്റുന്ന മോക്ക് പിടിക്കും, നീ തിന്നോ സോളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ തിന്നു. പിന്നെ ഷവർമ മാത്രമല്ല, ബിരിയാണി, സ്ട്രോബെറി, അങ്ങനെ പല 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 ഐറ്റംസും ഉണ്ട്. നിനക്ക് വയറ്റുന്ന കുടിച്ചിട്ട് നിന്റെ പപ്പ എന്നെ എണ്ണയിലിട്ട് പൊരിക്കുന്നത് നിനക്ക് കാണണോ? കാണണോ? പറ. എങ്കിൽ എന്റെ പൊന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അതെ മക്കളെ, പപ്പയ്ക്ക് ഒരു കമ്പനി മീറ്റിംഗ് ഉണ്ട് 1 വീക്ക്. പപ്പ കാണില്ല കേട്ടോ. ഞങ്ങൾ എന്തോ ഉണ്ടാക്കാനാ? ദീപു മോനോട് 1 വീക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ. ഓ, എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഏയ് അതൊന്നും വേണ്ട. ഏത് നേരവും അവന്റെ പുറകെ തന്നെ. ഇന്നലെ നീ എപ്പോഴാണ് വീട്ടിൽ കയറിയത്? ഞാൻ നേരത്തെ വന്നായിരുന്നല്ലോ. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറേയൊക്കെ വാരി വലിച്ച് തിന്നതിൻ്റെ ക്ഷീണം. അതുകൊണ്ട് ഞാൻ കിടന്നൊന്നും ഉറങ്ങി. പപ്പനെ കണ്ടില്ല. എന്തായാലും എനിക്ക് നല്ല പ്രൗഡുണ്ട്. നിങ്ങളെ അഭിനയിക്കാൻ വിട്ടാൽ മതിയായിരുന്നു. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ ഞങ്ങളെ കൊണ്ട് പ്രൗഡ് ഉണ്ടെന്ന്. നിനക്ക് 2 ചാട്ടവാറ് കൊണ്ട് അടിതറന്ന് വിചാരിച്ചതാ. പിന്നെ ഒരാഴ്ച ഞാൻ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാ. ഓ, ഇനി അങ്ങനെ പണ. എടി വാ, നമുക്ക് പോവാം. അപ്പൊ ഒരാഴ്ച ഉണ്ടാവില്ല? അപ്പോ ആടാ, നിന്നോട് വന്ന് നിൽക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികളാണല്ലോ. ഞാനൊരു പെൺകുട്ടി, ഇതൊരു കൊച്ചാണല്ലോ. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു 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 സെക്യൂരിറ്റി വേണ്ടേ? ഷവർമ ഒക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വാങ്ങി തരാം. എടി മാളു, നമുക്കൊന്ന് അമ്മനെ കണ്ടിട്ട് വരാം. എന്തായാലും അമ്മനോടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അല്ലടാ, നിന്റെ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ആൾക്ക് സുഖമില്ലല്ലോ. ഈ അമ്മനെ പറ്റി പറയാനുണ്ടെങ്കിലേ, ആൾക്ക് ഇല്ലാത്ത രോഗങ്ങളില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡോക്ടറും പറഞ്ഞായിരുന്നു ആളുടെ അവസ്ഥ കുറച്ച് മോശമാണെന്നൊക്കെ. അതുകൊണ്ടാണല്ലേ നിന്നോട് പെട്ടെന്ന് കെട്ടാൻ പറയുന്നേ? അതെ. ആ, മാളുമോളല്ലേ ഇത്? എന്താ ഇപ്പം ഇങ്ങോട്ടൊക്കെ ഒരു വരവ്? ആൻറ്റീനെ കണ്ടിട്ട് കുറേ ആയല്ലേ, അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നതാ. ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. ഇവനെ കെട്ടിക്കാനുള്ള പ്രായമായി. വയസ്സ് 28 എന്നിട്ട് ഇവൻ ഇങ്ങനെ കെട്ടാൻ നടക്കുക. അതും പോരാണ്ട് ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. പേരക്കുട്ടീൻ്റെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല. പക്ഷെ ഇവൻ്റെ കല്യാണം കാണണം. അല്ലേണ്ടി അതിനിപ്പോൾ ഇവൻ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? എൻ്റെ പൊന്നുമാളു, ഈവൻ ഈ അടുത്തും കൂടി എന്നോട് ഏതോ ഒരു പെണ്ണിന് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ വയ്യാലെ നടന്നതാ. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നാൽ ആ പെണ്ണിനെ പറ, നമുക്കൊന്ന് പോയി കല്യാണം ആലോചിക്കാം. പക്ഷെ എവിടുന്ന്? ഇവൻ സമ്മതിക്കണ്ടേ? ഇവൻ പറഞ്ഞു അത് വേണ്ടെന്ന്. ഇവന് വേറെ ഏത് പെണ്ണിന് ഇഷ്ടം? അതായത് എൻ്റെ പൊന്നു മോളെ, ഇവൻ പറഞ്ഞു ഒരു സമയം ഞങ്ങളെ പറഞ്ഞുതരാം, അമ്മ ഒന്ന് പോയി സംസാരിക്കണം. എവിടുന്ന്? ഇവൻ എനിക്ക് ആരെയും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഇഷ്ടം പോലെ ചോദിച്ചു, ഇവൻ പറഞ്ഞില്ല. ഓ അങ്ങനൊന്നുമില്ല, അമ്മ വെറുതെ പറയുന്നതാടി. ഓ, ആൻറ്റി വിഷമിക്കണ്ട, ആ പെണ്ണ് ആരാന്ന് കണ്ടുപിടിക്കാം. ഓ ആയിക്കോട്ടെ.
വാവക്കെന്താ കഴിക്കാൻ വേണ്ടേ? ഈ വലിയ വാവക്കിനി എന്താണാവോ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണമെന്നില്ല. അങ്ങനെ പറഞ്ഞങ്ങനെ പിണങ്ങാതെ പറ, എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എൻ്റെ കണ്ണി നോക്കി പറഞ്ഞ എനിക്കൊന്നും വേണ്ടാന്ന്. വേണ്ട. ഇപ്പോൾ ആമി കഴിക്കട്ടെ, കുറച്ച് വേണ്ടി നമുക്കൊരു റൈഡ് വരാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ? ഏതവളെയാണ് എനിക്കിഷ്ടം? നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെപ്പറ്റി സംസാരിച്ച് നമ്മുടെ സമാധാനം കളയണോ? അപ്പോൾ നിനക്കൊരാളുണ്ട്. ഉണ്ട്, ഇല്ലയെന്ന് പറയില്ല. നിൻ്റെ ഈ പൊസസീവ്നെസ് കണ്ടാലേ എനിക്കറിയാലോ നിനക്ക് എന്നോട് മുടിഞ്ഞ പ്രേമമാണെന്ന്. എന്നിട്ട് സോളൂന്ന് വിളിക്കും. ഡേ ആമി, വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് കുറച്ച് പണിയുള്ളതാ. എൻ്റെ പൊന്നുമാമി, കരയാണ്ട് കാര്യമൊക്കെ കഴിഞ്ഞിട്ട് വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചേട്ടനും ചേച്ചിക്കും കുറച്ച് അധികം പണിയുള്ളതായിരുന്നു. ചേട്ടനും ചേച്ചിക്ക് എന്ത് പണി? അതൊക്കെ ഞാൻ അപ്പം പറഞ്ഞോളാം. ഇങ്ങനെ പോയാൽ എനിക്ക് നരക്കും. എനിക്ക് കല്യാണം കഴിക്കണം. ഓഹോ, അപ്പോ ആ പെണ്ണെന്തേ? എൻ്റെ പൊന്നുമാളു, ഇറ്റ്സ് യു. അപ്പൊ ഞാൻ എന്നെയാണോ ഇത്രയും നേരം പ്രാഗിയത്? ഞാനതല്ല പറയുന്നത്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ കൊള്ളായിരുന്നു. ഡി കോപ്പേ, ഐ സേഡ് ഐ ലവ് യു. റിപ്ലൈ എവിടെ? ഐ ലവ് യു ടു. പക്ഷെ എന്നെ വിട്ടു പോവരുത്. എന്ത് വന്നാലും എന്നെ വിട്ടു പോവരുത്. നിനക്ക് തോന്നുന്നുണ്ട് എനിക്ക് പറ്റൂന്ന്? ഐ ഡോണ്ട് നോ, ബട്ട് എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഐ പ്രോമിസ് ഐ നെവർ ലീവ് യു. ഞാനീ കുടിച്ചിന്, ഞാൻ വണ്ടി ഓടിക്കാം കേട്ടോ. നിനക്ക് ഫസ്റ്റ് കേസ് ഉണ്ടോ? എങ്കിൽ ഞാൻ തന്നെ ആവാല്ലേ? പത്ത് വയസ്സ് തൊട്ടുള്ള നമ്മുടെ കൂട്ടാണേ. അതിൻ്റെ ഇടയിൽ നീ ഒരു പെണ്ണിനെ പോലെ നോക്കാൻ എന്നെ കൊണ്ട് സമ്മതിച്ചില്ല. നോക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ നീ അവരെ കയറി കിസ് ചെയ്യോ? തമ്പുരാനറിയാം. ദീപക്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എപ്പോഴും എനിക്കറിയില്ല. പക്ഷെ നിന്റെ കെയറിങ് അത് വേറൊരു പെണ്ണിനും വേണ്ടെന്ന്
പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു പോയി. അത് കാരണം പൊസസീവ്, ചെറസ് എല്ലാം ഒരുപാടായി. നീ എൻ്റെത് മാത്രമാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അങ്ങോട്ട് പറയാനേ എൻ്റെ ഈഗോ സമ്മതിച്ചില്ല കേട്ടോ. നീ പിന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കുള്ളത് നിനക്ക് എന്നോട് തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇന്നാ അറിഞ്ഞത്. ഞാനെപ്പോൾ തൊട്ടാണ് നിന്നെ ഇഷ്ടപ്പെട്ടതെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പോസസീവ്നെസ് ഒന്നുമില്ല. ബട്ട് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ആദ്യം ക്ലോസ് ആയ പെണ്ണ് നീ തന്നെ, അവസാനവും നീ തന്നെ മാറ്റി എന്ന് ആലോചിച്ചു. ഐ തിങ്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അങ്ങനെ. പിന്നെ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അവിടെ നിനക്കുള്ള പോലത്തെ ഒരു ഈഗോ എനിക്കുള്ളത് കൊണ്ട് ഞാൻ അമ്മനോടും പറഞ്ഞില്ല, നിന്നോടും പറഞ്ഞില്ല. പക്ഷെ ഇതിങ്ങനെ പറയാണ്ട് വെച്ചാൽ പറ്റില്ല. നമ്മൾ സെപ്പറേറ്റ് ആയാലോ? എനിക്ക് നമ്മൾ സെപ്പറേറ്റ് ആവണ്ട, ഒന്നിച്ചാൽ മതി. I love you. ആ അമ്മ പറ, എന്ത് പറ്റി? മോനെ ഒന്ന് വണ്ടിയും കൊണ്ട് വാ. അമ്മ കൊട്ടും വയ്യ, നല്ല തലവേദന. നേഴ്സാണെങ്കിൽ വീട്ടിലും ഇല്ല. ഞാൻ എന്തോ ചെയ്യും? ആ വിഷമിക്കാതെ, ഞാൻ വരുന്നു. അമ്മ കിടന്നു. അമ്മയ്ക്ക് എന്നെ പറ്റി? അമ്മക്ക് വയ്യ, ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ആ പോയിട്ട് വാ. പിന്നെ ഈ ചായ വേഗം വരണം. പിന്നെ എനിക്കെന്തോ ടെൻഷൻ ആവുന്ന പോലെ. ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അമ്മക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വേഗം വരാം കേട്ടോ. മാളു, നീ എന്താ എണീക്കാൻ ലേറ്റായത്? കുറേ നേരം ഞാൻ നിന്നെ വെയിറ്റ് ആക്കുന്നു. പിന്നെ മോൾ ഉറങ്ങുകയാണെങ്കിൽ വിളിക്കണ്ട. പപ്പ, എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കൊള്ളുന്നുണ്ട്. എന്തോ ഭയങ്കര വയറുവേദന പോലെ. മോള് വാ, പോവാ. ഡോക്ടർ പ്ലീസ് എൻ്റെ മോനെ രക്ഷിക്കണം. വേറെ നിവർത്തിയില്ല. കയ്യിലെടുക്കാൻ 5 പൈസ പോലും ഇല്ല. എൻ്റെ മോന് ജനിച്ചപ്പോൾ തൊട്ടേ കണ്ണ് കാണലുമില്ല. അവനെന്താ ഇങ്ങനെ എപ്പോഴും ഒന്നും അറിയില്ല. ഞങ്ങൾ നാട്ടിൽ കാണിച്ചപ്പോൾ അവിടുന്ന് സിറ്റി കൊണ്ടുവരാൻ പറഞ്ഞു. അത്രക്കും ക്രിട്ടിക്കലാന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഞങ്ങളുടെ അടുത്ത് പൈസ ഒന്നുമില്ല ഡോക്ടർ. പ്ലീസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. കരയാതെ, ഞാൻ നോക്കട്ടെ വഴിയുണ്ടോന്ന്. ഡോക്ടർ, ഒരു സീരിയസ് പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ഒരുപാട് പോയി. ഐ തിങ്ക് ഇപ്പോൾ തന്നെ ആൾ നമുക്ക് ഓക്കെയൊക്കെ പറ്റില്ലെന്ന്. അങ്ങനെയാണ് അയാളുടെ സ്ഥിതി. ഓ മൈ ഗോഡ്, ആദ്യം തന്നെ നമ്മളെ കൊണ്ട് കഴിയില്ലെന്ന് പറയരുത്. നമ്മൾക്ക് പറ്റുന്നത് പോലെ ശ്രമിക്കണം. എല്ലാ ഡോക്ടേഴ്സിനോട് വരാൻ പറ. ഡോക്ടർ പ്ലീസ്, എനിക്ക് ആകെയുള്ളൊരു മോനാണ്. അവൻ എന്താ പറ്റിയത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വന്നത്. അവന് വണ്ടി ആക്സിഡൻ്റായി. മറിയ, നീ ഇവിടെ? മറിയ, എന്താ പറ്റിയത്? എന്തിനാ കരയുന്നേ? എടി, നമ്മുടെ മോന് സ്റ്റീഫന് ആക്സിഡൻ്റ് ആയി. അവന് ജന്മന കണ്ടു കാണില്ലല്ലോ. അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതാ. പക്ഷേ കാർ ആക്സിഡൻ്റ് ആയി. അവൻ്റെ ഹേർട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലടി. മറിയ, നീ കരയാതെ. അപ്പൊ ഇത് കൂടി കേട്ട നീ എന്ത് ചെയ്യും? ദീപക്, അതായത് നിന്റെ മൂത്ത മകൻ ആന്റണി, അവന് ആക്സിഡൻ്റ് ആയിട്ട് അവൻ മരണത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് ഉള്ളത്. അവനിനി ജീവിക്കാനാവില്ലടി. മണിക്കൂറിനുള്ളിൽ അവൻ പോവും. എന്താ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ? എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. നിനക്ക് അവരെ നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഒന്നിനെ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ പൊന്നുപോലെ നോക്കാൻ നോക്കിയതടി. പക്ഷെ
എനിക്ക് പറ്റിയില്ല. അവനിപ്പോ ജൂലിയേട്ടാ. ജിന്നി, ഈ സമയത്ത് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. നമ്മുടെ ദീപകിന് അവനിനി ജീവിക്കാനാവില്ല. അവൻ്റെ ഹേർട്ട് നമ്മുടെ സ്റ്റീഫന് കൊടുത്താൽ ഒരുപക്ഷെ സ്റ്റീഫന് ജീവിക്കാൻ പറ്റും. ദീപകിന് സ്റ്റീഫനിലൂടെയും ജീവിക്കാൻ പറ്റും. ഐ മീൻ, അവർ സെയിം ബ്ലഡ് അല്ലേ? ഇപ്പം വന്ന 2 ആക്സിഡൻറ്റ് കേസിലും അവരുടെ ബ്ലഡ് സെയിം ആണ്. സോ അവരെ തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ആ, അതേ ഒരു നിവൃത്തിയുള്ളൂ. നമുക്ക് അവരുടെ പാരൻസിനോട് പോയി സംസാരിക്കാം. ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് ആകെ 2 മണിക്കൂറേ ഇനി നിലനിൽക്കാനാകൂ. സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താ പറയുക, സെയിം ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹേർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമായിരുന്നു. പിന്നെ ദീപക്കും സ്റ്റീഫനും എ പോസിറ്റീവാണ്. സോ ദീപകിൻ്റെ ഹേർട്ട് സ്റ്റീഫന് ട്രാൻസ്പ്ലാന്റ് ചെയ്താലോ എന്നാണ് ഞങ്ങൾ ഡോക്ടേഴ്സ് ആലോചിക്കുന്നത്. നിങ്ങൾ പാരൻസ് സംസാരിച്ചിട്ട് ഓക്കെ ആയാൽ മതി. ഡോക്ടറിന് ദീപകിൻ്റെ അമ്മയാണ്. പിന്നെ ദീപകിൻ്റെ ഹേർട്ട് സ്റ്റീഫന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ പേപ്പറിൽ ഒപ്പിടാം. പിന്നെ അതുപോലെ ദീപകിൻ്റെ കണ്ണും അതും ദാനം ചെയ്യാൻ. സ്റ്റീഫൻ ദീപകിലൂടെ ജീവിക്കട്ടെ. ഇതുവരെ ലോകം കാണാത്ത സ്റ്റീഫൻ ഭൂമിയെ അറിയട്ടെ. കണ്ണുകളെയും ഹൃദയത്തെയും സ്റ്റീഫന് ദാനം ചെയ്യാൻ ഞാൻ റെഡിയാ. എൻ്റെ മോൻ എന്തായാലും ലോകം വിട്ടു പോകും. സ്റ്റീഫനിലൂടെ ദീപക് ജീവിക്കട്ടെ. അങ്ങനെ ആവട്ടെ. അമ്മ, എന്താ എൻ്റെ ദീപകിന് പറ്റിയേ? അവൻ നമ്മളെ വിട്ടു പോയി മോളെ. ഇതിലാണോ ദീപക് നീ എനിക്ക് വാക്ക് തന്നത്? എന്നെ വിട്ട് പോവില്ല എന്ന് പറഞ്ഞത്? എല്ലാം പോട്ടെ, ഞാൻ അപ്പോഴേ പറഞ്ഞത്. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പപ്പ, എനിക്ക് പറ്റില്ല പപ്പ അവനില്ലാതെ. ഞാൻ ഒരിഷ്ടത്തില്ല പപ്പ. എനിക്ക് പറ്റില്ല പപ്പ അവനില്ലാതെ. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ പപ്പ. എൻ്റെ കൂടെ അവൻ മാത്രമേ ഉള്ളൂ. മതി, എല്ലാവരും പോ. എനിക്ക് ആരും വേണ്ട. ഞാൻ പോവാം.
സോൾമേറ്റായി എന്നെ കെയർ ചെയ്ത് അവൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ പ്രണയിച്ചപ്പോൾ അവൻ എന്നെ വിട്ടുപോയി. അറിയാം, ഇത് ഞങ്ങളുടെ വിധിയാണ്. അവൻ ശരിക്കൊരു മാലാഖയാണ്. അവൻ മരിക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളൂ. എങ്ങനെ ഞാൻ നിന്നെ കാണും? നിന്നെ എനിക്ക് ഇനിയും കാണണമെന്നുണ്ട്, നിന്നെ അറിയണമെന്നുണ്ട്. എന്നെക്കൊണ്ട് നീ ഇല്ലാതെ പറ്റുന്നില്ലടാ. നീ എനിക്ക് എന്നെ നിഴലായിരുന്നു. ഇന്നെനിക്ക് ആ നിഴലില്ല. ഞാൻ തനിച്ചായി, ഒറ്റപ്പെട്ടു. എനിക്കിങ്ങനെ പോകാൻ വയ്യടാ. എനിക്ക് നിന്നെ കാണണം. മാളു, ഇതാണ് അവരുടെ അഡ്രസ്സ്. ഒരു ഉൾഗ്രാമമാണ്, പിന്നെ പാവപ്പെട്ട കുടുംബമാണ്. അവൻ്റെ അച്ഛൻ കർഷകനാണ്. പിന്നെ ബാക്കിയൊക്കെ നീ അവിടെ പോയിട്ട് അവരോട് തന്നെ ചോദിച്ചറിഞ്ഞാൽ മതി. പോയി കണ്ടോ, നിനക്ക് ഉറപ്പായിട്ടും ദീപകിൻ്റെ... ഇല്ല പപ്പ, ദീപകിനെ പോലെ ദീപക് മാത്രം വേറെ ആർക്കും പറ്റില്ല. ഞാനൊന്ന് പോയി കാണട്ടെ അവൻ്റെ കണ്ണുകളെ. അതല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. അവനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പപ്പ. കരയാതെ പപ്പ. അവൻ എന്നെ വിട്ടു പോയെന്നുള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ വയറ്റിൽ അവൻ്റെ അടയാളമുണ്ട്. അത് മതി എനിക്ക് ജീവിക്കാൻ. വേറൊന്നും വേണ്ട. ആരാ? മനസ്സിലായില്ല. ഇത് ഏട്ടത്തി ചേച്ചി. ചേച്ചി കേറി വാ. ചേട്ടനാക്കി വന്നാന്ന് മനസ്സിലായി. അകത്ത് വാ. മോളോ? കേറി വാ മോളെ. എനിക്ക് സ്റ്റീഫനെ കാണാൻ മോള് വരുന്ന കാര്യം എന്നോട് അവളെ വിളിച്ചു പറഞ്ഞായിരുന്നു. മോളിലാണ് ഉള്ളത് അവൻ സർജറി കഴിഞ്ഞതിന് ശേഷം ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ മോളെ കാണണം നല്ല ആഗ്രഹമുണ്ട്. മോള് പോക്കോ. സോറി, ഞാൻ അറിയാതെ. സോറി ഒന്നും വേണ്ട. മാളവിക അല്ലേ? സ്റ്റീഫൻ ഇപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഇപ്പോൾ ടോട്ടലി ഓക്കെ ആയി. സൂക്ഷിച്ചൊക്കെ യാത്ര ചെയ്തൂടെ? സത്യം പറഞ്ഞാൽ ഇത് ആക്സിഡന്റ് അല്ല, ഞാൻ മനഃപൂർവ്വം ചെന്ന് ചാടിയതാ. അതെന്താ അങ്ങനെ? ജീവനൊന്നും നിങ്ങളൊരു വിലയും കൽപ്പിക്കുന്നില്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എത്ര പേര് ലോകത്തുണ്ട്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ മരണത്തിന് കീഴടങ്ങി കൊടുക്കുന്നേ? തനിക്കിതൊരു ആക്സിഡന്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അറിയില്ലായിരുന്നു മനഃപൂർവ്വമാണെന്ന്. എന്തിനാ മരിക്കുന്നത്? പറ. കണ്ണ് കാണാത്തതിനെയും കൊണ്ട് എൻ്റെ കുടുംബം കുറേ കഷ്ടപ്പെടുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ അവർക്കൊരു ബാധ്യതയാവരുത് എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാ. അതിലൂടെ ഞാൻ അറിഞ്ഞത് രണ്ട് സത്യങ്ങളാണ്.
ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഞാൻ ജീവിക്കാൻ കാരണം എൻ്റെ ചേട്ടനാണ്. അവൻ്റെ കണ്ണുകൾ കൊണ്ടാണ് ഇന്ന് ഞാൻ നിന്നെ കാണുന്നത്. അവൻ്റെ ഹൃദയമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് തുടിക്കുന്നത്. ഞാൻ അറിയില്ലായിരുന്നു എനിക്കിങ്ങനെ ഒരു ചേട്ടനുള്ളത്. പണത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഒരു വലിയ പണക്കാരിക്ക് എൻ്റെ അമ്മ കൊടുത്തതാ ആ ചേട്ടനെ. പക്ഷേ ഒടുവിൽ അവനെൻ്റെ പാതിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നേരിട്ട് പോലും ഞാൻ കണ്ടില്ല അവനെ. എനിക്ക് അവൻ്റെ പ്രസൻസ് ഇവിടെ അറിയുന്നുണ്ട്. ഞാനും അവനൊന്ന് പ്രണയിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ദൈവം എന്നിൽ നിന്ന് അവനെ അകറ്റി. എന്തിനായിരുന്നു ഇത് എന്നോട്? ആൻറ്റി എന്നെ വിളിച്ചിരുന്നു. എന്നോട് നീ വരുന്നതും പറഞ്ഞു. നീ ദീപകിൻ്റെ പെണ്ണാണെന്നും പറഞ്ഞു. അവർ പറഞ്ഞത് എന്നോട് നിന്നെ കല്യാണം കഴിക്കാനാണ്. ഇല്ല, അവരങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് നീ ഒരിക്കലും നിന്റെ ജീവിതം എനിക്ക് വേണ്ടി കളയരുത്. എനിക്കെൻ്റെ ഏട്ടന് വേണ്ടി ഇതെങ്കിലും ചെയ്യണം. എൻ്റെ ഉള്ളിൽ തുടിക്കുന്നത് അവൻ്റെ ഹൃദയമാണ്. അവൻ്റെ ഹൃദയം സ്നേഹിച്ചത് നിന്നെയാണ്. അപ്പോൾ ആ ഹൃദയം ആഗ്രഹിച്ചതിന് എനിക്ക് വേണം. ഞാനിതിന് സമ്മതിക്കില്ല. എനിക്കൊരിക്കലും ഞാൻ കാരണം നിന്റെ ജീവിതം ഇല്ലാണ്ടാവരുത്. നിന്റെ പെർമിഷൻ ഇല്ലാതെ ഞാനൊന്നും ചെയ്യില്ല. നീയൊട്ടും ഓക്കെ അല്ലെന്നറിയാം. നമുക്കൊന്ന് പുറത്തെല്ലാം പോയി ഇവിടെയെല്ലാം ഒന്ന് കണ്ടാലോ? കാണാം. നമുക്ക് നാളൊന്ന് പള്ളിയിൽ പോയാലോ? അവിടെ ആകുമ്പോൾ നല്ല പോസിറ്റീവ് വൈബാണ്. ഞാൻ ഇതുവരെ പോയില്ല, ബട്ട് പോവാ. പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ ഈ സ്ട്രെസ്സൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് റിലീഫാവും. എൻ്റെ അമ്മ ഹിന്ദുവാണ്, എൻ്റെ അപ്പനാണ് ക്രിസ്ത്യൻ. ഞാൻ അമ്പലത്തിലാണ് പോവാറ്. അവിടെ പോകുമ്പോൾ ഞാൻ ഓക്കെ ആവാറുണ്ട്. പിന്നെ പള്ളിയിൽ എപ്പോഴുള്ള ഒരു പെരുന്നാളിന് ഞാൻ പോയിട്ടുണ്ട്. അതല്ലാതെ പോയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നിങ്ങൾ ഇത്ര പെട്ടെന്ന് കൂട്ടായോ? നിങ്ങളെ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടായി അല്ലടി? അതെ അതെ. മക്കളെ വായിരി, ഫുഡ് എടുക്കാം.
ചെന്ന് കിടന്നോ. പണമില്ലാന്ന് പറഞ്ഞ് കുഞ്ഞിനെ വേറാക്ക് കൊടുക്കുന്നത് നല്ലതാണോ മമ്മി? ദൈവം തന്ന വരം മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അത് തെറ്റാ. സത്യത്തിൽ മാളു, അമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അന്നത്തെ ടൈമിൽ അവർക്ക് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഒരു കുഞ്ഞിനെ നോക്കാനുള്ള ഇതുപോലും ഇല്ലായിരുന്നു. അങ്ങനെയാ ഒരു പണക്കാരിയായ നല്ല സ്ത്രീ വന്നപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തത് ആ കുഞ്ഞ് പട്ടിണി അറിയാതെ ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് കുറച്ച് പണം വന്നു തുടങ്ങിയത്. നിങ്ങളന്ന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ ദീപകിനെ പരിചയപ്പെടില്ലായിരുന്നു. അവനൊരു മാലാഖയാണ്, എൻ്റെ ഹാപ്പിനെസ്സും. അവനെ അന്ന് ധൈര്യപൂർവ്വം ഏൽപ്പിച്ചത് ഒരു നല്ല സ്ത്രീയുടെ കയ്യിലാണ്. അറിയാം എൻ്റെ ആൻറ്റി, അവർ എൻ്റെ കൺകണ്ട ദൈവമാണ്. എനിക്ക് അച്ഛൻ കഴിഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയൊരു വ്യക്തിയാണ് ആൻറ്റി. എങ്കിൽ ഞാൻ പോവാം, സമയം ഒരുപാടായി. ഗുഡ് നൈറ്റ്. മാളു, നീ എവിടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ലവ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. മാളു, എന്തു പറ്റി? ഇന്ന് നിന്റെ ആൻറ്റി വിളിച്ചിരുന്നു, എന്നോട് പറഞ്ഞു നിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സർപ്രൈസ് തരാമെന്ന് ചോദിച്ചു. കരയാതെ. നിനക്ക് എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ തരും? ഇത് തന്നെ ധാരാളം. മാളു, നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് തരണമെന്ന് ആലോചിച്ചായിരുന്നു. പക്ഷേ അത് ഞാനിതല്ല, അടുത്ത ബർത്ത്ഡേക്ക് തരാം. നീ അറിയോ, ഇവിടെ ഈ സിറ്റി ഫുള്ള് കാണുന്ന രീതിയിൽ വലിയൊരു മൗണ്ടെയിൻ ഉണ്ട്. കപ്പിൾസാണ് പോവാറ്. നമുക്കവിടെ പോകണം. നമ്മൾ കപ്പിൾസ് അല്ലെങ്കിലും നമുക്കൊന്ന് പോകണം. പക്ഷേ അടുത്ത ബർത്ത്ഡേക്ക് നിനക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകാം. ഐ പ്രോമിസ്. ഇല്ല, എനിക്കിന്ന് പോകണം. ഇന്ന് പോകണ്ട, നെക്സ്റ്റ് ബർത്ത്ഡേക്ക് പോവാം. ഐ പ്രോമിസ്, ഞാൻ നിന്നെ കൊണ്ടുപോകും. മാളു, നിൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു നല്ല ഗിഫ്റ്റ് തരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിനക്കറിയല്ലോ, എൻ്റെ കയ്യിൽ വലിയ കാശൊന്നുമില്ല. നിനക്ക് എക്സ്പെൻസീവായിട്ട് തരാനൊന്നുമില്ല. ബട്ട് ഇവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ട്. ഒരു വലിയ മൗണ്ടെയിൻ ഉണ്ട്. ആ മൗണ്ടെയിനിൽ മുകളിൽ നിന്നാൽ സിറ്റി ആവില്ല, ഇത് വില്ലേജാണ്. ഈ വില്ലേജ് മൊത്തവും കാണാൻ പറ്റും. അവിടെ കപ്പിൾസ് ആയിരിക്കും സാധാരണ പോണത്. നമുക്ക് പോവാം, നമ്മൾ കപ്പിൾസ് അല്ലല്ലോ എന്നൊക്കെയല്ലേ പറയാൻ വരുന്നത്. ഇനി നീ കൊള്ളാലോ, നിന്റെ മനസ്സ് വായിച്ചോ. പക്ഷേ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മളവിടെ കപ്പിൾസായിട്ടാണ് പോകുന്നത്. കാരണം വൈകാതെ നീ എൻ്റെ വൈഫാവും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവനെന്നെ വിട്ടുപോയിട്ട് വെറും 6 മാസം ആയതുള്ളൂ. പിന്നെ എനിക്ക് പറ്റില്ല ഇതിന്. നീ ഓർക്കണം, അപ്പോൾ നിൻ്റെ കുട്ടിക്ക് അച്ഛനുണ്ടാവില്ല. എൻ്റെ ചേട്ടൻ്റെ കുട്ടി അതെൻ്റെതും ആയിരിക്കും എല്ലാം കൊണ്ടും. കരയാനല്ല കൊണ്ടുവന്നത്. ഞാൻ കരഞ്ഞില്ല. മാളു, അതൊക്കെ കഴിഞ്ഞു. ഇനി അത് ആലോചിച്ച് നീ നിൻ്റെ ജീവിതം കളയരുത്. ഞാൻ പറഞ്ഞല്ലോ, ജീവിതമാകുമ്പോൾ നമ്മളിങ്ങനെ കുറേ ഫേസ് ചെയ്യേണ്ടി വരും.
നമ്മൾ അതൊക്കെ തരണം ചെയ്ത് പോകണം. എങ്കിലേ നമുക്ക് ഈ ഭൂമിയിൽ ഹാപ്പിയായിട്ട് നിലനിൽക്കാനാവുള്ളൂ. അറിയാം, എല്ലാം അറിയാം എനിക്ക്. കുഞ്ഞിനെ ഓർത്ത് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചാൽ കൂടി നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടോ? നിങ്ങളുടെ ജീവിതമല്ലേ ഞാൻ കാരണം പോണത്. ഈ ഹൃദയത്തിൻ്റെ തുടിപ്പ് നിൻ്റെ പേരിൻ്റെ മന്ത്രമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആവണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. എൻ്റെ കണ്ണുകളും കാണാൻ ആഗ്രഹിക്കുന്നത് നിന്നെ തന്നെയാണ്. മനസ്സിലും ഇപ്പം നീ മാത്രമേ ഉള്ളൂ. ഐ വാണ്ട് യു. പക്ഷെ ഒരിക്കലും നീ ഇനി എനിക്ക് നിന്നോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇതൊന്ന് ഒഴിഞ്ഞു മാറരുത് മാളു. ഐ വാണ്ട് യു ഫോർ എവർ. നമുക്ക് വീട്ടിൽ പോവാം. നാളെ പള്ളി പോകാനുള്ളല്ലേ. കർത്താവേ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? നിന്റെ അനുഗ്രഹം ഉണ്ടാവൂ. എനിക്കൊന്നും തിരിയണില്ല. സ്റ്റീഫൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഭാരമാവൂ. അച്ഛനോടും മുതിർന്നവരോടും മോളുടെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ അവരൊക്കെ പറഞ്ഞു എന്തുകൊണ്ടും നല്ല ബന്ധമാണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ മരുമോള് തന്നെയാണല്ലോ. മോളിനി വിഷമിക്കണ്ട, നമുക്ക് ഉടനെ കെട്ട് നടത്താം. ചേച്ചീൻ്റെ അച്ഛനെയും പിന്നെ അനിയത്തിനെയും പിന്നെ ആന്റിനെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു ഉടനെ കെട്ട് നടത്തണമെന്ന്. പിന്നെ ഞങ്ങളൊരു നല്ല ഡേറ്റും വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് നടത്താം. ഇനി വിഷമിച്ചൊന്നും ഇരിക്കണ്ട കേട്ടോ. ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ എതിർത്തൊന്നും പറയില്ല. ഓ പിന്നെ നിന്റെ പാപ്പ കൊട്ടക്കണക്കിന് സ്ട്രോബെറി അല്ലേ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കുന്നേ. എന്റെ യോഞ്ചി മോളെ, അങ്കിള് ചുമ്മാ പറയുന്ന. ദേ, നിങ്ങളുടെ അമ്മ ജോലി ചെയ്യുന്ന കാണില്ലേ? ഇങ്ങനെ ശല്യപ്പെടുത്തണോ? രണ്ടും കൂടി അപ്പുറം ഇരുന്ന് കളിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ ചാട്ടാവാറ എടുക്കേണ്ടി വരും. അതിനെങ്ങനാ? ആ സ്റ്റീഫൻ അവരെ സ്ട്രോബെറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ചു വിട്ടേക്കുമല്ലേ. ദേ, എല്ലാം കൂടെ എന്നെ ചെറുക്കനെ കുറ്റം പറഞ്ഞുണ്ടല്ലോ, വിവരം അറിയും. ദേ ജിമ്മി, നീയല്ലേ പറഞ്ഞു നിനക്കൊരു അനിയനെ വേണമെന്ന്? നീ പപ്പ ജോലിക്ക് പോകുന്ന ടൈമിൽ പോയി കഴിഞ്ഞാൽ നീ മമ്മിനോട് പറഞ്ഞത് സെറ്റാക്കുക കേട്ടോ. കൊച്ചിനെ വിട്ട് പറയിപ്പിക്കണ്ട, ഞാൻ കേട്ടു. ദേ, നീ കേട്ടല്ലോ. ഒന്നില്ലേൽ നീ എൻ്റെ ഭാര്യയാണ്. പിന്നെ 5 വർഷം ഇങ്ങനെ പോകുന്നു. എനിക്കെന്താ ആഗ്രഹമൊന്നുമില്ലേ? ഞാൻ എന്താ മനുഷ്യനല്ലേ? കോഴിക്കുഞ്ഞ് കരയാതെ.
നിന്റെ ആഗ്രഹമൊക്കെ മമ്മി സാധിച്ചു തരും. പക്ഷെ മമ്മിക്കൊരു കണ്ടീഷനുണ്ട്. നീ ഇന്ന് രാത്രി ഉണ്ടല്ലോ അമ്മൂമ്മയുടെ കൂടെ കിടക്കണം. പറ്റുമോ? ഇനി നിങ്ങൾക്കുള്ള കണ്ടീഷൻ, ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. കുഞ്ഞു പോയി കിടന്നോ. മമ്മി വെയിറ്റ് ആക്കും പപ്പേനെ കേട്ടോ. അമ്മ എടുത്ത് വെക്കോ. അല്ലേലും ചില നേരത്ത് ഇവൻ ഇങ്ങനെയാണ്. ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളവന്റെ കറക്കൊക്കെ നിർത്തണം. ഒരു ബാല്യം കുട്ടിയില്ലേ? എത്ര നേരം അവരിങ്ങനെ കാത്തിരിക്കുന്നു. മണി 12 ഈ ചെക്കൻ ഇതിവിടെ പോയി കിടക്കുക. മറിയാമ്മ, ഇനിയെങ്കിലും ഇച്ചാനോട് സൂക്ഷിച്ചും കണ്ട് വണ്ടി ഓടിക്കാനൊക്കെ പറയണം. ഞാൻ അവിടെ ഇല്ലെങ്കിൽ കാണായിരുന്നു കാർ കൊക്കയിലോട്ട് വീഴുന്നത്. ഡേ, ചുമ്മാ എൻ്റെ മമ്മീനെ ടെൻഷൻ ആക്കാതെ. മമ്മി സത്യം പറഞ്ഞാണല്ലോ, കാറ് ജസ്റ്റ് ഒന്ന് മറിയാൻ പോയതേ ഉള്ളൂ. പക്ഷെ ചെറുതായിട്ടൊരു ക്രാഷ് സംഭവിച്ചു. കൈക്ക് ചെറുതായിട്ടൊരു പൊട്ടലുണ്ട്. അത് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചിട്ട് വന്നതാണ്. അതാ ഇത്ര ലേറ്റ് ആയത്. പിന്നെ നല്ല വിശപ്പുണ്ട്. എനിക്ക് വല്ലതും കഴിക്കാൻ എടുക്കുമോ? ദേ, ടെൻഷൻ അടിക്കാതെ, ഞാൻ വന്നില്ലേ. മോനേരി, മമ്മി ഇപ്പൊ കഴിക്കാനെടുക്കാം. ഏട്ടത്തി, ഒന്ന് എന്റെ കൂടെ കിച്ചണിൽ വാ. എന്നിട്ട് വീണ്ടും നീയൊക്കെ എന്നെ ഇട്ടിട്ട് പോവാൻ പോവാണോ? അതാണ് നിന്റെയൊക്കെ ഉദ്ദേശം? എന്താ തന്റെ അമ്മക്ക് മാത്രമേ ടെൻഷനുള്ളൂ? തന്റെ അമ്മക്ക് മാത്രമേ സങ്കടമുള്ളൂ? എനിക്കെന്താ ഇല്ലേ? തന്റെ അമ്മക്ക് മാത്രമേ തന്നോട് സ്നേഹമുള്ളൂ? എനിക്കൊന്നും ഇല്ലേ? എനിക്കൊന്നും ഇല്ലേന്ന് പറ. എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്തിനാ എന്നെ ഇട്ടിട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുന്നേ? എല്ലാവർക്കും വേണ്ടേ? പറ, എല്ലാവർക്കും വേണ്ടേന്ന്? വേണ്ടേ? പോ. ഐ എം സോറി, ഐ നെവർ ലീവ് യു. എനിക്കറിയരുത്, പ്ലീസ്. വിത്ത് യുവർ പെർമിഷൻ, ഫിസിക്കലിയും ഞാൻ നിന്നെ എൻ്റേത് മാത്രമാക്കിക്കോട്ടെ മാളു. ഞാനും ആഗ്രഹിക്കുന്നു നിന്റേത് മാത്രമാവാൻ. അമ്മേ, ഇച്ചാൻ എത്ര മുറപ്പെണ്ണുണ്ട്? ആ ലിസൈനും കൂടി കൂട്ടാന്നുണ്ടെങ്കിൽ 3 എണ്ണം. വെറുതെ അല്ല, ഇനി ഇച്ചാനെ രക്ഷകനായിട്ട് ഞാൻ മതി, അവള് വേണ്ട. പറ്റി? നീ ഇപ്പോൾ സ്ഥിരം മെഡിസിൻ എങ്ങാനും കഴിക്കുന്നുണ്ടായിരുന്നോ? എന്തു പറ്റി? എൻ്റെ പൊന്നമ്മയമ്മേ, ഇച്ചാനോടെ എനിക്ക് മുടിഞ്ഞ പ്രേമം. ഇനി അങ്ങനെ കാണാൻ പോകുന്നേ ഉള്ളൂ എൻ്റെ ലവ് ലാംഗ്വേജ്.